വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവം ഫെബ്രുവരി 16-17 തീയതികളിൽ നടത്താൻ ഹൈക്കോടതി ഉത്തരവായി. കലോത്സവത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് നിർദ്ദേശം. ഭാര്യയെ സ്റ്റീൽ കസേര കൊണ്ട് ആക്രമിച്ച മദ്യത്തിനടിമയായ ഭർത്താവ് പിടിയിൽ. വെള്ളിക്കുളങ്ങര മോനടി കൂട്ടാല വീട്ടിൽ രാജനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. കയ്പമംഗലം പുഴങ്കരയില്ലത്ത് ആസാദിന്റെ ഭാര്യ സജ്ജനയാണ് മരിച്ചത്. വിശദമായ വാർത്തകൾ നോക്കാം. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവം ഫെബ്രുവരി 16-17 തീയതികളിൽ നടത്താൻ ഹൈക്കോടതി ഉത്തരവായി. ഡി-സോൺ കലോത്സവത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്നാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ നൽകിയ ഹർജിയിലാണ് നടപടി. മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ വിവിധ വേദികളിൽ നടന്നിരുന്ന കലോത്സവം വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. ഈ മത്സരങ്ങൾ 16-17 തീയതികളിൽ പുനരാരംഭിക്കാനാണ് തീരുമാനം. കോടതി നിർദ്ദേശപ്രകാരം ശനിയാഴ്ച വിദ്യാർത്ഥി നേതാക്കളെ പങ്കെടുപ്പിച്ച് സമവായ ചർച്ച നടന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംരക്ഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. കഴിഞ്ഞ മാസം 28-നാണ് മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവത്തിനിടെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷമുണ്ടായത്. തുടർന്ന് കലോത്സവം നിർത്തിവെക്കുകയായിരുന്നു. മത്സരങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിച്ചത്. തർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. SFI, KSU പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ഫെബ്രുവരി 16-17 തീയതികളിൽ നടക്കുന്ന മത്സരങ്ങൾ വൈകിട്ട് 5-ന് അവസാനിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. മത്സരാർത്ഥികളെയും കൂടെ വരുന്നവരെയും പോലീസ് നിരീക്ഷിക്കും. മീഡിയ ടൈം, മാള. ഭാര്യയെ സ്റ്റീൽ കസേര കൊണ്ട് ആക്രമിച്ച മദ്യത്തിന് അടിമയായ ഭർത്താവ് പിടിയിൽ. വെള്ളിക്കുളങ്ങര മോനടി കൂട്ടാല വീട്ടിൽ രാജനെയാണ് വെള്ളിക്കുളങ്ങര ഇൻസ്പെക്ടർ കൃഷ്ണൻ K, സബ് ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മരക്കമ്പനിയിൽ ജോലിക്കാരനായ രാജൻ സ്ഥിരം മദ്യപാനിയാണ്. ഇയാളുടെ മദ്യപിച്ചുള്ള ആക്രമണം മൂലം മക്കൾ മാറിയാണ് താമസിക്കുന്നത്. ഭാര്യ ഇടയ്ക്ക് മക്കളുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. ആ ദിവസങ്ങളിൽ ഇയാൾ കൂട്ടുകാരുമായി വീട്ടിൽ മദ്യപിക്കാറുമുണ്ട്. ഫെബ്രുവരി 9-ന് കൂട്ടുകാരുമായി മദ്യപിക്കുന്നതിന് വേണ്ടി ഭാര്യയെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നതിനായി ശ്രമിച്ചപ്പോൾ ഭാര്യ മക്കളുടെ വീട്ടിലേക്ക് പോകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഭാര്യയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള സർക്കാർ ആശുപത്രിക്ക് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് പോസ്റ്റ് ഒടിഞ്ഞു. കാർ തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച രാത്രി 12:40 അപകടം. അന്നമനട ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിന് സമീപത്തെ പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് സമീപത്തെ പലചരക്ക് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ബുധനാഴ്ച ഉച്ചവരെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കേബിൾ നെറ്റ്വർക്ക് ബന്ധവും നിലച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. ഏകാത്മ മാനവ ദർശനം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണെന്നും ഭാരതത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ദിശാബോധം നൽകിയ മഹത് വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. ദീൻ ദയാൽ ഉപാധ്യായയുടെ 57ാം ബലിദാന ദിനത്തിൽ ചാലക്കുടി BJP നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുഷ്പാർച്ചന നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീനദയാൽജി മുന്നോട്ട് വെച്ച ഏകാത്മ മാനവ ദർശനത്തിന്റെ പ്രഭാവം രാജ്യത്തിന് ഇന്നും ഊർജ്ജമേകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട്ട്, സംസ്ഥാന സമിതി അംഗങ്ങളായ KP ജോർജ്, അഡ്വക്കേറ്റ് സുധീർ ബേബി, കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് VC സിജു, സജീവ് പള്ളത്ത്, TS മുകേഷ്, KS സുരേഷ്, രാജേഷ് പിഷാരിക്കൽ, PT ജോസ്, ഗിരീഷ്, KB ഉണ്ണികൃഷ്ണൻ, KS കുമാർ, TC സിദ്ധൻ, TV ഷാജി, ഏരിയ പ്രസിഡന്റ് TM നിഖിൽ, ഇന്ദു ഷൺമുഖൻ, വൃന്ദ, മധു തുടങ്ങിയവർ പങ്കെടുത്തു. ജലസുരക്ഷയിൽ വിദഗ്ധ പരിശീലനം നേടിയ സംസ്ഥാന വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലൂടെ കേരളം രാജ്യത്തിനു തന്നെ മാതൃകയായിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജലസുരക്ഷാ പരിശീലനം പൂർത്തിയാക്കിയ 17-അംഗ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങളുടെ ഉദ്ഘാടനവും ഡൈവിംഗ് ബാഡ്ജ് വിതരണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്ത് തന്നെ ആദ്യമായാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂബ ഡൈവിംഗ് ടീമിനെ രൂപീകരിച്ചിരിക്കുന്നത്. അഗ്നിസുരക്ഷാ വകുപ്പിന്റെ കീഴിൽ ആദ്യമായി വനിതാ ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ നിയമിച്ചത് കഴിഞ്ഞ വർഷമാണ്. അന്ന് നിയമിതരായ 100 ഓഫീസർമാരിൽ സാഹസികത ഇഷ്ടപ്പെടുന്ന 17 ഓഫീസർമാർക്കാണ് സ്ക്യൂബ ഡൈവിംഗിൽ പരിശീലനം നൽകിയത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം കേരളത്തിൽ റോഡപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ജലാശയങ്ങളിലാണ്.
കേരളത്തിൽ പ്രതിവർഷം 1000-ലധികം പേർ ജലാശയ അപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഫോർട്ട് കൊച്ചിയിൽ ജലസുരക്ഷാ പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെയാണ് വനിതാ സ്കൂബ ഡൈവിംഗ് ടീം പരിശീലനം നടത്തിയത്. 21 ദിവസത്തെ ഓപ്പൺ വാട്ടർ ഡൈവിംഗ് കോഴ്സും 11 ദിവസത്തെ അഡ്വാൻസ്ഡ് ഓപ്പൺ ഡൈവിംഗ് കോഴ്സുമാണ് ഇവർ പൂർത്തീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയ വനിതാ ഓഫീസർമാർക്ക് 30 മീറ്റർ വരെ താഴ്ചയിൽ രക്ഷാപ്രവർത്തനം നൽകാൻ സാധിക്കും. സംസ്ഥാനത്തെ ജലപരിശീലന കേന്ദ്രം ഇതുവരെ 300-ലധികം പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും നാഷണൽ ഫയർ സർവീസ് കോളേജിൽ നിന്ന് വരെ ഇവിടെ സ്കൂബ ഡൈവിംഗ് പരിശീലനത്തിന് ഓഫീസർമാർ വരുന്നുണ്ടെന്നും ഇത് കേരളം ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റോഡിന് പുറമെ ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടുന്നത് ജലാശയങ്ങളിലാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം നമ്മുടെ കേരളത്തിൽ പ്രതിവർഷം 1000-ലധികം പേർ ജലാശയ അപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട്. ജലാശയ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതോടൊപ്പം ജലാശയ അപകടങ്ങളുടെ തോത് കുറയ്ക്കാനും ശ്രദ്ധിക്കണം. ഇതിനായി ജലസുരക്ഷയെക്കുറിച്ച് വ്യക്തമായ അവബോധം എല്ലാവർക്കും ഉണ്ടാകണം. കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണവും പരിശീലനവും നൽകണം. ഏതൊരു ജലാശയത്തെ സമീപിക്കുമ്പോഴും അവിടെ അപകടം പതിയിരിപ്പുണ്ട് എന്നും സുരക്ഷ എന്നത് മുൻകരുതലിലൂടെ മാത്രം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് എന്നുമുള്ള സന്ദേശം എല്ലാവരിലും എത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ അഗ്നിരക്ഷാ സേനയെ ബഹുമുഖ ദുരന്തങ്ങൾ ഫലപ്രദമായി നേരിടാൻ പ്രാപ്തമായ സേനയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾക്കുപരിയായി ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, റോഡ് റെയിൽ അപകടങ്ങൾ, വെള്ളപ്പൊക്കം എന്നിങ്ങനെയുള്ള എല്ലാ ദുരന്ത മേഖലകളിലും പ്രവർത്തിക്കാൻ കരുത്തുള്ള ടാസ്ക് ഫോഴ്സുകൾ അഗ്നിസുരക്ഷാ വകുപ്പിന് കീഴിലുണ്ട്. ജലാശയ അപകടങ്ങൾ തടയുന്നതിന് എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്കൂബ ഡൈവിംഗ് ടീമിന്റെ സേവനം ലഭ്യമാണ്. ജലാശയ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന അഗ്നിസുരക്ഷാ വകുപ്പിന് കീഴിൽ രാജ്യത്ത് ആദ്യമായി വനിതാ സ്കൂബ ഡൈവിംഗ് ആൻഡ് റെസ്ക്യൂ ടീം രൂപീകരിച്ചത്. PS സേതുപാർവതി, അപർണ കൃഷ്ണൻ, ശ്രുതി പി രാജു, K അപർണ, KP അമേയ രാജ, നീതു നെൽസൺ, ആര്യ സുരേഷ്, സിമിൽ ജോസ്, സ്നേഹ ദിനേഷ്, നിഷിത റഷീദ്, KN നിത്യ, M അനുശ്രീ, KM ഗീതുമോൾ, അഷിത K സുനിൽ, CS ജസ്ന, D സ്വാതി കൃഷ്ണ, PL ശ്രീഷ്മ എന്നിവരാണ് ടീമിലുള്ളവർ. 30 അടി താഴ്ചയിൽ വരെ ഊളിയിട്ട് പോയി മീൻ പിടിക്കാൻ സാധിക്കുന്ന കടൽ പക്ഷിയായ ഗാനിറ്റ്സിന്റെ പേരാണ് വനിതാ റെസ്ക്യൂ ടീമിന് നൽകിയിരിക്കുന്നത്. ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയ ഭാരതത്തിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ വൈദഗ്ധ്യ പ്രദർശനവും നടന്നു. പരിശീലനം പൂർത്തിയാക്കിയ ഓഫീസർമാർക്ക് നൽകിയ ഡൈവിംഗ് ബാഡ്ജ് രൂപകൽപ്പന ചെയ്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുലു കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. അഗ്നിസുരക്ഷാ വകുപ്പ് ഡയറക്ടർ ജനറൽ K പത്മകുമാർ, ഡയറക്ടർ M നൌഷാദ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പതിയാശ്ശേരി സ്വദേശിയും കയ്പമംഗലം പുഴങ്കരയിലെത്ത ആസാദിന്റെ ഭാര്യ സജനയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സുഖപ്രസവം നടത്തിയ സജനയെ രക്തസ്രാവം നിലയ്ക്കാത്തതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവിടെ എത്തും മുൻപ് മരണം സംഭവിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ഇനി മറ്റു വാർത്തകളിലേക്ക്. (2023-25) ബാച്ചിലെ പരിശീലനം പൂർത്തിയാക്കിയ P. ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, VK രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകളിലെ സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. കൊടുങ്ങല്ലൂർ P. ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് VK രാജു ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ TK ഗീത മുഖ്യ അതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സാലിം, വാർഡ് മെമ്പർ അനിത ഷാജി, അധ്യാപകർ, ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സ്, രക്ഷിതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാള കൂട്ടക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ NSS യൂണിറ്റും തൃശൂർ IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. മാള ബ്ലോക്ക് ഗവൺമെന്റ് സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ആഷ സേവിയർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. IMA മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NG രാധാകൃഷ്ണൻ ക്യാമ്പിന് നേതൃത്വം നൽകി. ഉദ്ഘാടന ചടങ്ങിൽ കോളേജ് മാനേജർ റവറന്റ് ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ജോളി EJ, NS പ്രോഗ്രാം ഓഫീസർ VA മധു എന്നിവർ സംസാരിച്ചു.
അനധികൃതമായി പാലിയം പാടം നികത്തുന്നതിനെതിരെ CPI ഉറുമ്പൻകുന്ന് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CPI ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഡാറ്റാ ബാങ്കിന്റെ മറവിൽ പാലിയം പാടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ വരും ദിവസങ്ങളിൽ പാർട്ടി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് അനിൽ കദളിക്കാടൻ പറഞ്ഞു. ബ്രാഞ്ച് സെക്രട്ടറി VM പ്രത്യൂഷ് അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ, ശ്രീജിത്ത് കൃഷ്ണൻ, KK രതീഷ്, PV ബിനീഷ്, വിഷ്ണു കളരിക്കൽ, KK മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. MES അസ്മാബി കോളേജ് ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന 3ാമത് എഡിഷൻ അസ്മാബീസ് ലൈറ്റ് ഹൗസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. പ്രശസ്ത ചലച്ചിത്ര താരം പ്രയാഗ മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷറഫ്, ട്രഷറർ മുഷ്താഖ് മൊയ്തീൻ, ഡോക്ടർ KP സുമേധൻ, ക്യാപ്റ്റൻ MB ബിന്ദിൽ, EM ഫാരിസ്, അമേക് സുരേഷ് എന്നിവർ സംസാരിച്ചു. 11, 12, 13 തീയതികളിൽ വിവിധ സിനിമകൾ പ്രദർശിപ്പിക്കും. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ആദരം 2K25 സംഘടിപ്പിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മേജർ ജനറൽ PD ഷീനയെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. മാള SI CK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ആഗ്നസ് ആൻഡോ, സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ, ജൂലി ജോൺ, ആൻസൺ ജോൺ, സിജി PD, കുമാരി ജോസ്ന ജോസ്, മഹാദേവ് എന്നിവർ സംസാരിച്ചു. 1980-ൽ ഈ വിദ്യാലയത്തിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഷീന മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ ഏറ്റവും ഉന്നത സ്ഥാനമായ അഡീഷണൽ ഡയറക്ടർ ജനറലായി ഡൽഹിയിൽ അധികാരമേറ്റിരുന്നു. 20 വർഷം നഴ്സ് ഓങ്കോളജിസ്റ്റായും രാജ്യത്തെ വിവിധ സായുധ സേന ആശുപത്രികളിലും മറ്റും സേവനമനുഷ്ഠിച്ചിട്ടുള്ള മേജർ ജനറൽ ഷീനയുടെ ജീവിതാനുഭവങ്ങളും സന്ദേശവും പ്രചോദനപരമായിരുന്നു. ചടങ്ങിൽ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച വിമുക്തി ക്ലബ് പ്രവർത്തനത്തിന് ഈ വർഷത്തെ സ്കൂൾ വിമുക്തി മിഷന്റെ പുരസ്കാരമായി 5000 രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നേടിയ ക്ലബ് അംഗങ്ങളെ അനുമോദിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ജില്ലയിലെ ഹാജിമാർക്കുള്ള 2ാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് കയ്പമംഗലം കാക്കാത്തിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഹജ്ജ് കമ്മിറ്റി മെമ്പർ അനസ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ ഡോക്ടർ സുനിൽ ഫഹദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ നൂർ മുഹമ്മദ് നൂർഷ, പോലീസ് സൂപ്രണ്ട് നജീബ്, ഹബീബ് ആറ്റൂർ, PA അബ്ദുള്ള, MH മുഹമ്മദ് അലി, ഷക്കീർ, അമീർ തളിക്കുളം എന്നിവർ സംസാരിച്ചു. ഹാഫിൽ അബ്ദുറഹിമാൻ അൻവരി പ്രാർത്ഥന നിർവഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ട്രെയിനിംഗ് ഫാക്കൽറ്റി അംഗങ്ങളായ NP ഷാജഹാൻ, അബ്ദുറഹ്മാൻ പുഴങ്കര എന്നിവർ സാങ്കേതിക പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി. സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ മാള ബ്ലോക്ക് കലോത്സവ മത്സരങ്ങൾ ആളൂർ പെൻഷൻ ഭവനിൽ നടന്നു. മാള ബ്ലോക്ക് പ്രസിഡന്റ് PP പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി മെമ്പർ KA അനീഫ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് സാംസ്കാരിക കൺവീനർ VL ഡാമിയൻ, ബ്ലോക്ക് സെക്രട്ടറി PS സേതുമാധവൻ, KK ദേവസിക്കുട്ടി എന്നിവർ സംസാരിച്ചു. പറവൂർ ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദിയുടെ നിറവിൽ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ ഫെബ്രുവരി 16 മുതൽ 31 വരെ തീയതിയിൽ നടക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് NS ഹരിദാസും സെക്രട്ടറി CS ജിനിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 16 ഞായറാഴ്ച രാവിലെ 8 വിളംബര ഘോഷയാത്ര നടക്കും. വടക്കേക്കര സർക്കിൾ ഇൻസ്പെക്ടർ KR ബിജു ഫ്ലാഗ് ഓഫ് ചെയ്യും. 19 വൈകിട്ട് 4 നിയമസഭാ സ്പീക്കർ AN ഷംസീർ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം നിർവഹിക്കും. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ VS പ്രതാപൻ, CP അഖിൽ ദേവ്, സിന്ധു രാധാകൃഷ്ണൻ, രജിത ശങ്കർ, ഷാനി സുനിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 8 മുതൽ 12 വരെ ആളൂർ SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഓൾ കേരള നയൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ധനശേഖരണാർത്ഥം സ്കൂൾ PTA പുറത്തിറക്കിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടന്നു. 1ാം സമ്മാനമായ സൈക്കിൾ കൂപ്പൺ നമ്പർ 2078 റാം സുന്ദർ അർഹനായി. 2ാം സമ്മാനമായ മിക്സർ ഗ്രൈൻഡർ കൂപ്പൺ നമ്പർ 10108 അലൻ സിജോ അർഹനായി. 3ാം സമ്മാന ഫാൻ 8307 കൂപ്പൺ നമ്പർ എടുത്ത മാലിനി രഘുനാഥും 4ാം സമ്മാനമായ സ്മാർട്ട് വാച്ച് കൂപ്പൺ നമ്പർ 3749 എടുത്ത സൗമ്യ ബിജുവിനും 5ാം സമ്മാനമായ ഫുട്ബോൾ കൂപ്പൺ നമ്പർ 3080 തങ്കമ്മയ്ക്കും ലഭിച്ചു. സ്കൂൾ മാനേജർ AK മാധവൻ, PTA പ്രസിഡന്റ് ബീന ഡേവിസ്, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സരിത ടീച്ചർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ധന്യ CR, VHSC പ്രിൻസിപ്പൽ സുമ ടീച്ചർ, സ്കൂൾ കായിക അധ്യാപകൻ KR സബീഷ് എന്നിവർ സംസാരിച്ചു. അന്നനാട് വേലുപ്പിള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവം ഫെബ്രുവരി 15 ശനിയാഴ്ച നടക്കും. ഇതോടനുബന്ധിച്ച് എല്ലാ വർഷവും നൽകി വരുന്ന ശ്രീഭാരശാസ്ത്ര പുരസ്കാരം പാമ്പ് പിടുത്ത വിദഗ്ധൻ വാവ സുരേഷിന് നൽകും.
തലേദിവസം വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് കുടുങ്ങാപ്പുഴ ശ്രീ മഹാദേവ സന്നിധിയിൽ ആഘോഷങ്ങൾക്ക് തിരിതെളിയും. 6:30-ന് ശ്രീബാലശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ആനച്ചമയങ്ങളുടെ പ്രദർശനം നടക്കും. വൈകിട്ട് 7 നടക്കുന്ന സാംസ്കാരിക സന്ധ്യ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച ഉത്രവിളക്ക് ആഘോഷിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് IK ഗോവിന്ദ്, പ്രദീപ് കുമാർ പുഞ്ചപ്പറമ്പിൽ, KV രാജേഷ്, വിശ്വനാഥൻ കടമ്പാട്ട്, K കൃഷ്ണകുമാർ, PS ശ്രീജിത്ത് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവം ഫെബ്രുവരി 16-17 തീയതികളിൽ നടത്താൻ ഹൈക്കോടതി ഉത്തരവായി. കലോത്സവത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് നിർദ്ദേശം. ഭാര്യയെ സ്റ്റീൽ കസേര കൊണ്ട് ആക്രമിച്ച മദ്യത്തിനടിമയായ ഭർത്താവ് പിടിയിൽ. വെള്ളിക്കുളങ്ങര മോനടി കൂട്ടാല വീട്ടിൽ രാജനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. കയ്പമംഗലം പുഴങ്കരയില്ലത്ത് ആസാദിന്റെ ഭാര്യ സജ്ജനയാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.